നമസ്കാരം. ഇസ്രയേലിൽ കടന്നുകയറി 1200-ലേറെ പേരെ കൂട്ടക്കുരുതി നടത്തിയ ഹമാസിന്റെ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിന് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ ആദ്യം ഒന്ന് പകച്ചെങ്കിലും ഇസ്രായേൽ ചുട്ട മറുപടിയാണ് നൽകിയത്. വ്യോമ കര ആക്രമണങ്ങളിലൂടെ 40,000-ലേറെ പേർക്ക് ഗാസയിൽ ജീവൻ നഷ്ടമായി. തങ്ങളുടെ ആളുകളുടെ ചോരയ്ക്ക് പകരം വീട്ടുക, ഹമാസിനെ ഗാസയിൽ നിന്ന് വേരോടെ പിഴുതു മാറ്റുക, ഹമാസ് പിടിയിലായ ബന്ദികളെ മോചിപ്പിക്കുക എന്നീ 3 ലക്ഷ്യങ്ങളായിരുന്നു ഇസ്രായേലിന് മുന്നിൽ. നിരവധി ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞു. ചിലർ ഇപ്പോഴും ഗാസയിൽ ജീവനോടെ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. യുദ്ധത്തിന്റെ അവശേഷിപ്പെന്നാൽ ഒറ്റവാക്കിൽ ഗാസ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. 66% കെട്ടിടങ്ങളും തകർന്നു. ലക്ഷക്കണക്കിന് പേർ ഒഴിപ്പിക്കപ്പെട്ടു. ആയിരങ്ങൾ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ നേതൃനിരയെയും നിയന്ത്രണ സംവിധാനത്തെയും താറുമാറാക്കി. ഗാസയിലെ 365 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂമിയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ദി UN സാറ്റലൈറ്റ് സെന്റർ വിശകലനം ചെയ്ത് റിപ്പോർട്ട് പുറത്തിറക്കി. ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പുള്ള ചിത്രങ്ങളും 2024 സെപ്റ്റംബറിലെ ചിത്രങ്ങളുമാണ് താരതമ്യ പഠനം നടത്തിയത്. 52,564 തകർന്ന കെട്ടിടങ്ങൾ കണ്ടെത്തി. ഗുരുതര തകരാറുള്ള 18,913 കെട്ടിടങ്ങളും മിതമായ തോതിൽ തകർന്ന 56,710 കെട്ടിടങ്ങളും കേടുപാടുണ്ടായിരിക്കാവുന്ന 35,591 കെട്ടിടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. EOS ലാൻഡ് വ്യൂവറിൽ നിന്നുള്ള ഓപ്പൺ സോഴ്സ് ഉപഗ്രഹ ചിത്രങ്ങൾ വടക്കൻ ഗാസയിലെ ഘടനാപരമായ മാറ്റങ്ങൾ വ്യക്തമാക്കുന്നു. വിശേഷിച്ചും അറബ് ഇസ്രയേലി യുദ്ധത്തിന് ശേഷം 1948 സ്ഥാപിച്ച ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ഭാഗം. 2022 നിന്നുള്ള ഒരു ചിത്രവും യുദ്ധത്തെ തുടർന്നുള്ള 3 ചിത്രങ്ങളും വിശകലനം ചെയ്ത് കെട്ടിടങ്ങൾക്ക്, കൃഷിയിടങ്ങൾക്കും മറ്റും ബോംബിങ്ങിലുണ്ടായ മാറ്റം വിശകലനം ചെയ്തതായി NDTV റിപ്പോർട്ട് ചെയ്തു. സെന്റിനൽ 2 എടുത്ത 2024 സെപ്റ്റംബർ 26 ചിത്രത്തിൽ തരിശ് ഭൂമിയായിട്ടാണ് കാണപ്പെടുന്നത്. 2022 ചിത്രവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ മാറ്റം വ്യക്തമാകും. ഉപഗ്രഹ ചിത്രത്തിൽ ചാരനിറത്തിൽ കാണുന്നത് കെട്ടിടങ്ങളും പച്ച നിറത്തിൽ കാണുന്നത് കൃഷിയിടങ്ങളുമാണ്. ഡൽഹിയുടെ 4 വലിപ്പമുള്ള ഗാസ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇടങ്ങളിലൊന്നാണ്. 23 ലക്ഷത്തോളം പേരാണ് അവിടെ താമസിച്ചിരുന്നത്. സെപ്റ്റംബർ 26 എടുത്ത ചിത്രം പരിശോധിച്ചാൽ ശൂന്യത മനസ്സിലാക്കാം. ഈ മേഖലയിലെ നിരവധി കുടുംബങ്ങൾ തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്തു. കാളവണ്ടികളിലും കാറുകളിലും ട്രക്കുകളിലും മറ്റുമായി അവർ കൂട്ടപലായനം ചെയ്തു. മനുഷ്യർക്ക് മാത്രമല്ല, പ്രകൃതിക്കുണ്ടായ നാശവും വിവരണാതീതമാണ്. മണ്ണിടിച്ചിലും മറ്റും വ്യാപകമായതോടെ കൃഷിയിടങ്ങൾ നശിച്ചു. അത് ഭക്ഷ്യോൽപാദനത്തെ ബാധിക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതേസമയം ഇസ്രായേൽ ശരിക്കും വിറച്ച ദിനമായിരുന്നു 2023 ഒക്ടോബർ 7. ഇസ്രായേലിന് നേരെ ഹമാസ് കൊടുത്തത് 4,000-ലേറെ റോക്കറ്റുകളായിരുന്നു. ഇസ്രായേലിന്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധമായ അയൺ ഡോമിന്റെ പ്രതിരോധം മറികടന്ന് ഇവയിൽ ചിലത് രാജ്യത്ത് പതിച്ചു. ഇതിനൊപ്പം തന്നെ പുലർച്ചെ 100 കണക്കിന് ഹമാസ് ഭീകരർ തെക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി. അതിർത്തിയിൽ ഇസ്രായേൽ തീർത്ത അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തായിരുന്നു ഈ നീക്കം. വാഹനങ്ങളും പാരാമോട്ടറിംഗും ഉപയോഗിച്ചായിരുന്നു ഈ കടന്നുകയറ്റം. 7,000-ഓളം ഭീകരർ ഈ ഓപ്പറേഷനിൽ പങ്കാളിയായെന്നാണ് ഇസ്രായേലിന്റെ കണക്ക്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നായിരുന്നു ഹമാസ് ഈ ഓപ്പറേഷന് നൽകിയ പേര്. ബ്ലാക്ക് ശബത്ത് എന്നായിരുന്നു ഈ കടന്നുകയറ്റത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. ഡസൻ കണക്കിന് ബലാത്സംഗവും ലൈംഗിക അതിക്രമവും കടന്നുകയറ്റത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് തൊട്ടടുത്ത ദിവസം മുതൽ യഹൂദ രാഷ്ട്രം അതിഭീകരമായ തിരിച്ചടി തുടങ്ങിയത്. ഹമാസ് ഒളിച്ചിരിക്കുന്ന ഗാസയാവട്ടെ തകർന്ന തരിപ്പണമായി. ഏകദേശം 21 ലക്ഷം ജനസംഖ്യയുള്ള ഗാസയിൽ 42,000-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു. 96,000-ലധികം പേർക്ക് പരിക്കേറ്റു. 10,000-ലധികം പേരെ കാണാതായി. കൊല്ലപ്പെട്ടവരിൽ 11,000-ലധികം കുട്ടികളും 6,000-ലധികം സ്ത്രീകളും ഉൾപ്പെടുന്നു. ഗാസയിൽ 55-ൽ ഒരാൾ വീതം കൊല്ലപ്പെടുകയാണെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 33-ൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇന്ന് പട്ടിണിയും പോഷകാഹാരക്കുറവും ഗാസയെ നല്ലപോലെ വേട്ടയാടുന്നുണ്ട്.